സുധാകരൻ വിഷയത്തിൽ ആകെ ആടി ഉലഞ്ഞ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധിയും കേരളത്തിലെ കോൺഗ്രസുകാരെ കൊണ്ട് തലവേദന ഒഴിഞ്ഞിട്ട് നേരമില്ലാതെ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് നേതാക്കളുടെ പരാതി. 9 MP-മാരും 10 MLA-മാരും അടക്കം വലിയ സംഘം നേതാക്കളാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. ചൊവ്വാഴ്ച പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് ധാരണയായതാണ്. എന്നാൽ കൂട്ടത്തോടെയുള്ള പരാതി വന്ന സാഹചര്യത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. പ്രസിഡന്റിനെ എപ്പോൾ മാറ്റിയാലും പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും അതിനാൽ ഈ ഘട്ടത്തിൽ തന്നെ മാറ്റം പ്രഖ്യാപിക്കുന്നതാണ് ഉചിതമെന്നുമാണ് ദീപാദാസ് മുൻഷി അടക്കമുള്ളവരുടെയും VD സതീശന്റെയും നിലപാട്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒട്ടും സ്വാധീനമില്ലാത്തയാളാണ് ആന്റോ ആന്റണി എന്നാണ് രാഹുലിന് അയച്ച പരാതികളിലുള്ളത്. കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളെ സുധാകരന് പകരം കൊണ്ടുവരുന്നത് ആത്മഹത്യാപരമാണെന്നും എഴുതിയിട്ടുണ്ട്. റോബർട്ട് ഭദ്രതയുടെയും പിന്തുണയിൽ മാത്രം ഒരാളെ KPCC പ്രസിഡന്റായി ചുമക്കേണ്ട ആവശ്യം പ്രവർത്തകർക്കില്ല. സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയാൽ സ്വന്തം പഞ്ചായത്തിൽ പോലും പിന്തുണ കിട്ടില്ല. സുധാകരനെ മാറ്റുമ്പോൾ K മുരളീധരനെ പോലെയുള്ളവരെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന ചോദ്യവും നേതാക്കൾ ഉയർത്തുന്നുണ്ട്. സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിനെ അപമാനിച്ചു പടിയിറക്കുന്നത് ദുർബലമായ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാന കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ബഹുഭൂരിപക്ഷം നേതാക്കളും കരുതുന്നു. എന്നാൽ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് സുധാകരൻ പ്രസിഡന്റായി തുടരുന്നത് നേതൃത്വത്തിന് നാണക്കേടാണെന്നാണ് VD സതീശൻ അടക്കമുള്ളവരുടെ അഭിപ്രായം. ഇപ്പോൾ നടപടി എടുത്തില്ലെങ്കിൽ അത് അഖിലേന്ത്യാ നേതൃത്വത്തിനെതിരെ കൂടുതൽ കലാപങ്ങൾക്ക് പ്രേരണയാകുമെന്നും ഈ വിഭാഗം നേതാക്കൾ പറയുന്നു. പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും സുധാകരൻ തന്നെ KPCC പ്രസിഡന്റായി തുടരട്ടെ എന്ന വാദത്തെ പിന്തുണയ്ക്കാൻ ഹൈക്കമാൻഡ് തയ്യാറല്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് നേതൃത്വം പറയുന്നുണ്ട്. കേരളത്തിൽ സംഘടനാ പ്രതിസന്ധി ഉണ്ടാക്കിയത് ദീപാദാസ് മുൻഷിയാണെന്നും കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് അവരെ മാറ്റണമെന്നും സുധാകരൻ പക്ഷക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിലും ഉറച്ചു നിന്നേക്കും. ആവശ്യങ്ങളിൽ ചിലത് അംഗീകരിച്ചാൽ മാറ്റിയാലും തൽക്കാലം സുധാകരൻ കോൺഗ്രസ് വിടില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. ചിലയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകാമെന്നും കരുതുന്നു. പൊട്ടിത്തെറിയുടെ ആഘാതം കുറയ്ക്കാൻ കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശയവിനിമയം നടത്തി. രാഹുൽ ഗാന്ധിയോടും മല്ലികാർജുൻ ഖർഗെയോടും സംസാരിച്ച ഘട്ടത്തിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന കൃത്യമായ സൂചന സുധാകരന് നൽകിയിരുന്നു. കേരളത്തിലെത്തിയ ശേഷം കാലുമാറുകയായിരുന്നുവെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു സുധാകരന്റെ വാദം. സുധാകരനും മറ്റു ചില നേതാക്കൾക്കും പ്രതികരിക്കാൻ അവസരം കിട്ടും മുൻപ് പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനാകാത്തത് തിരിച്ചടിച്ചുവെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. അതിനിടെ പ്രസിഡന്റ് മാറ്റത്തെ ചൊല്ലി നിരന്തരമായി ഉണ്ടാകുന്ന പോരും ചെളിവാരി എറിയലും അവസാനിപ്പിക്കണമെന്ന് UDF ഘടകകക്ഷികൾ കോൺഗ്രസ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു. ഈ പോക്ക് UDF-ന്റെ എല്ലാ സാധ്യതകളും അടച്ചു കളയുമെന്ന് മുസ്ലിം ലീഗ് RSP നേതാക്കൾ വ്യക്തമാക്കി. സുധാകരനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരുമ്പോൾ മുൻപുള്ളയാളേക്കാൾ മോശക്കാരനാകരുതെന്ന അഭിപ്രായമുള്ളവരും ഘടകകക്ഷിയിലുണ്ട്. പ്രസിഡന്റ് തർക്കത്തിന്റെ പേരിൽ ക്രൈസ്തവ സഭയെ വലിച്ചിഴക്കേണ്ടെന്ന് കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക എഡിറ്റോറിയൽ എഴുതി. K സുധാകരനെ അനുകൂലിച്ച് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അനുയായികൾ പോസ്റ്റർ പ്രചരണവും നടത്തി വരികയാണ്.